കണ്ണൂർ മയിലിൽ രക്ഷാബന്ധൻ പരിപാടിക്ക് നേരെയുള്ള CPM അക്രമത്തിൽ 25 CPM പ്രവർത്തകർക്ക് നേരെ പോലീസ് കേസെടുത്തു. റെനിൽ, മോഹനൻ, അനൂപ്, നിധീഷ്, സജയൻ, അജീഷ് എന്നിവർക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന മറ്റ് 19 CPMകാർക്കെതിരെയുമാണ് കേസ്. RSS കണ്ണൂർ ഖണ്ഡ് വിദ്യാർത്ഥി പ്രമുഖ് രജിത്ത് AVയുടെ പരാതിയിലാണ് മയിൽ പോലീസ് കേസെടുത്തത്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കണ്ണൂർ മയിലിൽ രക്ഷാബന്ധൻ പരിപാടിക്കിടെ CPM നടത്തിയ അക്രമത്തിൽ ഇപ്പോൾ 25 CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റു വിവരങ്ങൾ? രോഹിണി, ഇന്നലെ രാത്രി 7:30 ഈ ഒരു സംഭവം നടക്കുന്നത്. മയിൽ ഗോപാലൻ പീടിക എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ രക്ഷാബന്ധൻ പരിപാടികൾ നടക്കുകയായിരുന്നു. ഇതിനിടയിലേക്കാണ് സംഘടിച്ചെത്തിയ CPMകാർ വ്യാപക അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെ സോമൻ എന്ന ആളുടെ വീട്ടിൽ വെച്ചാണ് ഈ ഒരു പരിപാടി നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്തേക്ക് ഇവർ കടന്നു വരികയും വലിയ അക്രമം അഴിച്ചുവിടുകയും ചെയ്യുകയായിരുന്നു. RSSന്റെ കണ്ണൂർ ഖണ്ഡ് വിദ്യാർത്ഥി പ്രമുഖ രജിത്ത് AV, മുല്ലക്കൊടി മണ്ഡൽ കാര്യവാഹ് സുനിൽ എന്നിവർക്ക് ഈ ഒരു അക്രമത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. രജിത്തിന്റെ പരാതിയിൽ ഇപ്പോൾ 25 CPM പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. റെനിൽ, മോഹനൻ, അനൂപ്, നിധീഷ്, സജയൻ, അജീഷ് എന്നീ CPMകാർക്കെതിരെയും മറ്റ് കണ്ടാൽ അറിയാവുന്ന 19 CPMകാർക്കെതിരെയുമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഹെൽമെറ്റ് കൊണ്ട് ഉൾപ്പെടെ അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അടിച്ച് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ്. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി കണ്ണൂർ ജില്ലയിൽ സംഘർഷങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ലാതെ സമാധാന അന്തരീക്ഷത്തിൽ കടന്നു പോവുകയാണ്. ആ ഒരു അന്തരീക്ഷം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് CPMന്റെ ഭാഗത്തു നിന്ന് ഉയർന്നത് എന്നാണ് പ്രധാനപ്പെട്ട വിമർശനം. കാരണം യാതൊരു പ്രശ്നവും ഇല്ലാതിരുന്ന സ്ഥലത്താണ് ഒരു രക്ഷാബന്ധൻ ചടങ്ങുകൾ നടക്കുന്നതിനിടയിലേക്ക് ഇത്തരത്തിൽ CPMകാർ സംഘടിച്ചെത്തി അക്രമം അഴിച്ചുവിട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. കൂടുതൽ CPMകാർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. മർദ്ദനമേറ്റ ബാക്കിയുള്ളവർ ഉടൻ തന്നെ പരാതി കൊടുക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഈ കൂടുതൽ പ്രതികൾക്കെതിരെ അല്ലെങ്കിൽ കൂടുതൽ CPMകാർക്കെതിരെ കേസെടുക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. രോഹിണി, ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.